ഹലോ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാനിതാ ചെറിയൊരു ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓർഗനൈസിങ് പറയാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ഓർഗനൈസിങ് ഒന്നുമില്ല, ചെറുതായിട്ടൊന്ന് സ്റ്റഡി ടേബിളും അതുപോലെ മക്കൾക്കുള്ളൊരു പ്ലേ ഏരിയയും സെറ്റ് ചെയ്യാണ്. പ്ലേ ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ഏരിയ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ. ബാക്കി അവരുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാ വീട്ടിൻ്റെ മേലെ ഡൈനിങ് ഹാളിൽ ഒരു കോർണറിലായിട്ടാണ്. അപ്പോൾ അവിടെ സോഫ ഒക്കെ സൈഡിലേക്ക് നീക്കിയിട്ടിട്ട് ഞാൻ മക്കളുടെ ഒരു പഴയ ടെൻ്റ് ഉണ്ടായിരുന്നു, അത് വെക്കാമെന്ന് വിചാരിച്ച് എടുത്തുകൊണ്ടുവന്നു. അപ്പം അതേ മൂക്ക് കുത്തി നിൽക്കണം, അത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നേ ഇല്ല. അപ്പോൾ പിന്നെ ജനലിൽ നമ്മുടെ ത്രെഡൊക്കെ വെച്ച് ഒന്ന് കെട്ടി ഒന്ന് സെറ്റാക്കി സ്ട്രെയിറ്റ് ആക്കി നിർത്തി കൊടുത്തിട്ടുണ്ട് തൽക്കാലം. ഈ വെക്കേഷനും കൂടി അതിലങ്ങോട്ട് പോയിക്കോട്ടെ വിചാരിച്ചിട്ട്. കാരണം ഇത് കുറേ ആയിട്ടുണ്ടായിരുന്നു എടുത്തിട്ട്, ഒരു വർഷത്തോളം ഇങ്ങനെ മടക്കി എടുത്ത് വെച്ചിട്ടേക്കും അത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ത്രെഡൊക്കെ കെട്ടി അത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതേ ഞാൻ സ്റ്റഡി ടേബിൾ ക്ലീൻ ചെയ്യാൻ വന്നതാണ്. സ്റ്റഡി ടേബിൾ എന്ന് പറഞ്ഞാൽ ആദുമോൻ്റെ സ്റ്റഡി ടേബിളും എൻ്റെ വർക്ക് സ്പേസും എല്ലാം ആ ഒരു ടേബിൾ തന്നെയാണ്. ടേബിൾ അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു ടേബിളാണ്. അതിൻ്റെ മേലെ ഒരു ക്ലോത്തൊക്കെ വിരിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഇൻഷാ അല്ലാ ജൂണിൽ അടുത്ത ക്ലാസ് തുടങ്ങുമ്പോഴത്തേനും അവന് അടിപൊളി ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാ ഒക്കെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ആദ്യം തന്നെ സ്റ്റഡി ടേബിളിലുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് ബെഡിലേക്ക് വെച്ചു. എന്നിട്ട് ഒരു ക്ലോത്തൊക്കെ എടുത്തൊന്ന് കൊണ്ടുപോയി നല്ലോണം കൊട്ടിക്കുടഞ്ഞ് ആദ്യത്തെ ഡസ്റ്റൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ക്ലോത്ത് ഞാൻ ഇതേപ്പോൾ അടുത്ത് വാഷ് ചെയ്തതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വാഷ് ചെയ്യുന്നില്ല. ജസ്റ്റ് നന്നായിട്ട് കുടഞ്ഞ് അതിൽ പൊടിയൊക്കെ കളഞ്ഞ് നിവർത്തി ഇട്ടിട്ടുണ്ട്. മെയിനായിട്ടും 2 ദിവസമായിട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇന്നലെയാണ് എത്തിയത്. അപ്പോൾ വന്ന ശേഷമാവുമെങ്കിലും ഇനി പോകുന്നതിൻ്റെ മുന്നേ ആയാലും എൻ്റെ മക്കളുടെ എന്ത് കൈ കിട്ടിയാലും അത് ഈ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് ടേബിൾ ഒന്നാകെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ക്ലീനാക്കി വിരിച്ച് ഞാൻ ആദ്യം തന്നെ ആ ഒരു ഗ്രില്ല് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പഴയ ഫ്രിഡ്ജിൻ്റെ റാക്കാണ് കേട്ടോ. അത് ഫ്രിഡ്ജ് ഒഴിവാക്കിയപ്പോൾ അത് മാത്രം ഞാൻ എടുത്ത് വെച്ചിട്ട് വുഡൻ ക്ലിപ്പൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതാ മാർക്കേഴ്സും പിന്നെ വൈറ്റ് ബോർഡ് മാർക്കറിൻ്റെ ഇങ്ക്, അതുപോലെ കാലിഗ്രഫി ഇങ്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു ബോക്സിലിട്ട് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബാസ്ക്കറ്റിലുള്ളത് എൻ്റെ പഴയ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസാണ്. അതൊക്കെ ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ടേബിളിൽ നിന്ന് എടുത്ത് മാറ്റി. പിന്നെ ഇത് ഒരു ലിസ്റ്റ് ചെയ്യുന്ന ബുക്കാണ്. എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ലിസ്റ്റ് ചെയ്ത് വെക്കുന്ന ബുക്കാണ്. പിന്നെ എൻ്റെ പ്ലാനറുണ്ട്. പിന്നെ ഇത് എൻ്റെ ഉപ്പൻ്റെ ഒരു ഡയറിയാണ്. അത് ഇപ്പോൾ ഗൾഫിൽ പോയപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ എൻ്റെ ജേണലും ആദുമോൻ്റെ ഡയറിയും അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ വെച്ച പേപ്പർ അത് എനിക്ക് സ്കൂളിലെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുള്ളതാണ്, അത് മറന്നു അതൊക്കെ വേണ്ടിയിട്ടാണ് മേലെ തന്നെ വെച്ചിട്ടുള്ളത്. പിന്നെ മഞ്ചാടികൾ കുറച്ച് എൻ്റെ സ്റ്റുഡൻറ്റ് തന്നതാട്ടോ എനിക്ക്, അത് ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാനിപ്പോൾ ടേബിളിൽ നിന്ന് എടുത്ത് അലമാരയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മക്കളുടെ കളേഴ്സ്, പിന്നെ പെൻ സ്റ്റാൻഡ്, അങ്ങനത്തെ സംഭവങ്ങൾ. ഈ ഒരു കുഞ്ഞ് ടൈം പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം അത് കേട് വന്നിട്ടുണ്ട്, അത് പൊട്ടിയിട്ടുണ്ട്, പിന്നെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി പുതിയത് ഇൻഷാ അല്ലാ ജൂൺ ആകുമ്പോഴത്തേന് മക്കൾക്ക് വേറെ മേടിച്ചു കൊടുക്കണം. പിന്നെ എൻ്റെ റൗണ്ടിലുള്ള സ്കെച്ച് ബുക്ക്, ടിഷ്യൂ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ജസ്റ്റ് തിരിച്ചതിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ ചെറിയൊരു ഷെൽഫ് ഉണ്ട് ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ടും മക്കളുടെ സ്കെച്ച് പെന്ന്, അതുപോലെ എക്സ്ട്രാ വരുന്ന പെൻസിൽ, റേസർ, ഷാർപ്പ്നർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, പിന്നെ കുറച്ച് സ്ട്രാപ്ലർ, അങ്ങനത്തെ എക്സ്ട്രാ ഐറ്റംസൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഡസ്റ്റ്ബിൻ, നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഡസ്റ്റ്ബിൻ. ഇത് കുറച്ചായി മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 2 മന്തോളായി. ഇത് ഞങ്ങൾ മഞ്ചേരി ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ മേടിച്ചിട്ടുള്ളതാണ്. ഈ ഷെൽഫ് കഴിഞ്ഞൊരു 2 മന്തായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എല്ലാ ഡസ്റ്റും അതുപോലെ കുറേ വേസ്റ്റ് പേപ്പേഴ്സും ഒക്കെ അതിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനും പിന്നെ എക്സ്ട്രാ വരുന്ന പെൻസിൽസ്, പെന്ന്, എറേസേഴ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേറൊരു ബോക്സിലാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഈ വെക്കേഷന് ഇനിയിപ്പോൾ അതൊന്നും ആവശ്യമില്ലല്ലോ. 2 പേർക്കും എന്തെങ്കിലും വരയ്ക്കാനൊക്കെ ആവശ്യത്തിന് 2 പെൻസിലും 2 റേസറും ഷാർപ്പ്നറും ഒക്കെ ഞാൻ ആ ബോക്സിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, എക്സ്ട്രാ വരുന്നതൊക്കെ. കാരണം എല്ലാം കൂടി വെറുതെ വെക്കേഷന് അതിൽ ആവശ്യമില്ല. പിന്നെ അവരുടെ ക്രയോൺസ്, വാട്ടർ കളർ, ആ സംഭവങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്കായിട്ട് മേടിച്ചിട്ടുള്ള കുറച്ച് സ്റ്റാറിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ കുറച്ച് ഫ്ലവറിൻ്റെ സ്റ്റിക്കേഴ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. അവർക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അല്ലാണ്ട് ബാക്കി എല്ലാ സംഭവങ്ങളും എക്സ്ട്രാ വരുന്ന സംഭവങ്ങളൊക്കെ ഞാൻ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബാസ്ക്കറ്റ് എനിക്ക് തോന്നുന്നു ഒരു 5-8 വർഷത്തോളം ആയിട്ടുണ്ടാവും. എനിക്ക് എൻ്റെ മാരേജ് കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ ഓർണമെൻറ്റ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ അവർക്ക് ഞാൻ അധികം ഓർണമെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യാണ്ടായി. പിന്നെ അവരുടെ ബുക്കും പെൻസിലൊക്കെ വെക്കാനൊരു ഷെൽഫ് വേണമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ അത് വേണ്ടിയിട്ട് മാറ്റി. ബുക്കല്ല കേട്ടോ, പെൻസിൽസൊക്കെ വെക്കാൻ. ബുക്സ് എന്തായാലും അതിൽ കൊള്ളില്ല. പിന്നെ ഇതേ അവർക്ക് ആരെങ്കിലും ചില്ലറൊക്കെ കൊടുക്കുമ്പോൾ അതിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മണി ബാങ്കാണ്. പിന്നെ എൻ്റെ സ്റ്റുഡൻസ് തന്നിട്ടുള്ള ഫ്രെയിംസിൽ ഒന്ന് ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ട്, മറ്റേത് 2 മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ടേബിളിൻ്റെ അടിയിൽ നോക്കിയപ്പോൾ നന്നായിട്ട് എന്തോ ഒരു വുഡൻ ടേബിളിൽ നിന്നൊക്കെ കൊഴിയില്ലേ ഒരു തരി, ആ സംഭവം നന്നായിട്ട് കൊഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് മക്കളുടെ ടോയ്സും കിട്ടി. അത് രണ്ടും ഞാൻ ടോയ്സ് വെച്ച
ആ ഒരു ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് വെച്ച് എന്നിട്ട് ഇതേ അവിടെ മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ ആഫ്റ്റർ ലുക്ക് ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.